എന്താണ് യഥാർത്ഥത്തിൽ വാലന്റൈൻസ് ഡേ? എന്താണ് വാലന്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? പുതിയ തലമുറ അറിയണം. 3-ാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചിരുന്നതാകുന്ന ക്ലോഡിയസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കത്തോലിക്ക ബിഷപ്പിന്റെ പേരായിരുന്നു വാലന്റൈൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പ്. റോമിലെ ഭരണാധികാരിയാകുന്ന ക്ലോഡിയസ് ചക്രവർത്തി ഒരു നിയമം പാസാക്കി. നാട്ടിലുള്ളതാകുന്ന യുദ്ധത്തിന്റെ വിളംബരമുണ്ടാകുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ യുദ്ധത്തിനൊന്നും വരാതെ പരിപൂർണമായി കുടുംബത്തെ നോക്കിക്കൊണ്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവം വിവാഹം കഴിച്ചവരിൽ ഉണ്ടായിരിക്കെ രാജാവ് ക്ലോഡിയസ് ചക്രവർത്തി പറഞ്ഞു, ഇനി ഈ നാട്ടിൽ ആരും വിവാഹം കഴിക്കാൻ പാടില്ല, വിവാഹം കഴിക്കൽ നിർത്തലാക്കാൻ കർശന നിയമമായി വിലക്കേർപ്പെടുത്തി. പക്ഷെ ഈ വിലക്കേർപ്പെടുത്തിയതാകുന്ന വിവരം കത്തോലിക്ക ബിഷപ്പാകുന്ന വാലന്റൈൻ എന്ന് പറയുന്ന വ്യക്തിക്കും അറിയാം. അദ്ദേഹം എന്ത് ചെയ്തു? രഹസ്യമായിട്ട് സ്നേഹിക്കുന്നതാകുന്ന കമിതാക്കളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ തുടങ്ങി. രഹസ്യമായി ബിഷപ്പ് വിവാഹം ചെയ്തു കൊടുക്കാൻ തുടങ്ങി. പ്രണയ ജോഡികളെ രഹസ്യമായി വിവാഹം ചെയ്തു കൊടുക്കുന്നത് അറിഞ്ഞപ്പോ രാജാവ് അദ്ദേഹത്തെ പിടിച്ചു ജയിലടച്ചു. എന്നാൽ ജയിലിലും അദ്ദേഹം വെറുതെ ഇരുന്നില്ല. ജയിലറാകുന്ന അസ്റ്റീരിയസ് എന്ന് പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെതാകുന്ന